ഇവിടെ ഇപ്പോൾ നമ്മൾ കാണേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായ പരാജയം കൂടിയാണ്. മോദി ഗ്യാരണ്ടിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ബി.ജെ.പിയുടെ മുഴുവൻ പരസ്യങ്ങളും നരേന്ദ്രമോദി എന്ന ബ്രാൻഡിൽ അധിഷ്ഠിതമായിരുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞത് 543 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നാണ്. മോദി എന്ന ബ്രാൻഡിലും മോദി എന്ന ഫാക്ടറിലും ഊന്നിയുള്ള തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം ആണ് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചത്. എന്നിരിക്കെ തനിച്ച് ഭൂരിപക്ഷം നേടാൻ കഴിയുന്നില്ല. 400 പാർ പോയിട്ട് 300 പാർ പോലും ഉണ്ടായില്ല മുന്നണിയെ സംബന്ധിച്ച്. ബി.ജെ.പിക്ക് കഴിഞ്ഞ 3 തവണ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ നമ്പറിലേക്ക് വരേണ്ടി വരുന്നു. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 4.9 ലക്ഷത്തിൽ നിന്ന് 1.6 കുറയുന്നു. ബാക്കിയുള്ള നേതാക്കൾക്കൊക്കെ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ വലിയ ഭൂരിപക്ഷം ലഭിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തെ നേതാക്കൾക്കൊക്കെ. എന്തിന് നമ്മുടെ ഹൈബീഡന്റെ അത്രയും ഭൂരിപക്ഷം പോലും ഈ പറഞ്ഞ വിശ്വഗുരുവായ നരേന്ദ്രമോദിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന നരേന്ദ്രമോദി ദുർബലനായിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഓറ നഷ്ടപ്പെട്ടു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ ഓറ നഷ്ടപ്പെട്ട നരേന്ദ്രമോദി ഒരു കോയലേഷൻ സർക്കാരിനെ നയിക്കുമ്പോൾ അതിന് എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടാകും അദ്ദേഹത്തിന്? നോക്കൂ, നരേന്ദ്രമോദി പരാജയപ്പെട്ടു എന്ന ഒരു പ്രിമൈസിൽ നിന്നുകൊണ്ട് വളരെ സുദീർഘമായിട്ടുള്ളൊരു വിശദീകരണം അങ്ങ് നടത്തി. പക്ഷേ അങ്ങ് ബേസിക് പ്രിമൈസിന് തെറ്റിപ്പോയി. നരേന്ദ്രമോദി വിജയിച്ചിട്ടുള്ള 3ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാമത്തെ സർക്കാർ അധികാരത്തിലേറാനിരിക്കുകയാണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ 240 സീറ്റുകളോടുകൂടി ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റപ്പാർട്ടിയായി നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രഖ്യാപിച്ച പ്രീപോൾ അലയൻസിന് 292 സീറ്റ് ഉണ്ട്. 272 എന്ന് പറയുന്ന മാജിക് നമ്പർ, ഹാഫ് വേ മാർക്ക് ക്രോസ് ചെയ്തിട്ട് പിന്നെയും 20 സീറ്റ് ഉണ്ട് എന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ആശങ്കപ്പെടുന്ന TDP ആവട്ടെ JDU ആവട്ടെ, ഈ രണ്ട് കൂട്ടരും സംയുക്തമായി പിന്തുണ പിൻവലിച്ചാൽ പോലും NDA മുന്നണിക്ക് 272 സീറ്റ് ഉണ്ട് എന്ന പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ബദലായി പറയുന്ന INDA മുന്നണിക്ക് JDU, ഈ പറയുന്ന TDP, ശിവസേന ഇവരെല്ലാവരും കൂടി ചേർത്ത് പിന്തുണ കൊടുത്താൽ പോലും 272 ആവില്ല എന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെ തുടരാൻ പോകുമ്പോൾ നിങ്ങൾ നരേന്ദ്രമോദിയുടെ സർക്കാർ പരാജയപ്പെട്ടു, ദുർബലനായി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെ രണ്ട് മുന്നണികളാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതല്ലാതെ BJPയും കോൺഗ്രസും തമ്മിലല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇനി അങ്ങനെ എടുത്താൽ പോലും ഈ പറയുന്ന മുഴുവൻ INDA മുന്നണിയുടെ സീറ്റുകൾ എടുത്താൽ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJPക്ക് ഒറ്റയ്ക്കുണ്ട്. INDA മുന്നണികളുടെ മുഴുവൻ സീറ്റ് 232 സീറ്റാണ്. BJPക്ക് മാത്രം 240 സീറ്റുണ്ട്. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടാതിരിക്കൽ ഒരു പാർട്ടിയുടെ പരാജയമാണെങ്കിൽ 1989 മുതലുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയും ഇന്ന് വരെ ജയിച്ചിട്ടില്ല. 145 സീറ്റ് മാത്രം മേടിച്ചിട്ടാണ് 2004 കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. 206 സീറ്റായിരുന്നു 2ാമത്തെ UPA സർക്കാരിന് അധികാരത്തിലുള്ളത്. അന്നൊക്കെ അത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്നൊരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അത് ദുർബലമായിട്ടുള്ളൊരു മന്ത്രിസഭയായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ ആളുകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്ക് ബദലായിട്ട് ഉയർത്തിക്കാട്ടിയിരുന്ന INDA മുന്നണിയാണ്. INDA മുന്നണി എന്ന് പറഞ്ഞാൽ 28 പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരു പാർട്ടി BJPക്ക് ബദലായിട്ട് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യയെ പിന്നീട് BJPക്ക് ബദലായി നയിക്കാൻ പോകുന്നത് ഒരു അസ്ഥിരമായ, അസംഘടിതമായ, ഏത് സമയത്തും പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ദുർബലമായിട്ടുള്ള മുന്നണിയാണെന്ന് പറയുമായിരുന്നു. ഇവിടെ അസ്ഥിരമായ ഗവൺമെൻറ്, അതല്ലെങ്കിൽ സ്റ്റേബിൾ അല്ലാത്ത ഗവൺമെൻറ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് മൈനോറിറ്റി ഗവൺമെൻറ് ആയിരിക്കണം. അല്ലാതെ പ്രീപോൾ അലയൻസ് പ്രകാരമുള്ള സഖ്യത്തിന് കേവല ഭൂരിപക്ഷം മറികടന്നിട്ടുള്ള ഗവൺമെൻറ് ഒരു അസ്ഥിരമായിട്ടുള്ള ഗവൺമെൻറ് അല്ല. തെരഞ്ഞെടുപ്പിന് മുന്നേ തീരുമാനിച്ച ധാരണയുടെ പ്രകാരം, കോമൺ മിനിമം പ്രോഗ്രാം പ്രകാരം മത്സരിച്ച പാർട്ടികൾക്ക് 272 ക്രോസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ആ മുന്നണിക്ക് കിട്ടിയിട്ടുള്ള മാൻഡേറ്റ് ആണ്. ആ ഗവൺമെന്റിന് സ്ഥിരതയുണ്ട്. ശ്രീ ശങ്കു, അതുകൊണ്ടല്ല ഞാൻ ചോദിച്ച ചോദ്യം അങ്ങേക്ക് മനസ്സിലായല്ലോ. അപ്രമാദിത്വം ഉണ്ടായിരുന്നു, അത് തന്നെയാണ് പ്രതീക്ഷിച്ചതും. അതാണ് ഉണ്ടാവാത്തത്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇന്ത്യയും പാപ്പുവ ന്യൂഗിനിയയും തമ്മിൽ ഒരു 2020 മത്സരം കളിക്കുകയും ഇന്ത്യ 12 റൺസിന് ജയിക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക. ജയിച്ചല്ലോ, ആ 2 പോയിന്റ് ഇന്ത്യക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇന്ത്യ തോൽപ്പിച്ചത് പാപ്പുവ ന്യൂഗിനിയാണ് എന്ന ഫാക്ടർ അവിടെ നിൽക്കുന്നു. മറുവശത്ത് ചിഹ്ന ഭിന്നമായ പ്രതിപക്ഷം, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, രാഷ്ട്രീയ കാലാവസ്ഥയും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം. ഇങ്ങനെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് എന്നോർക്കണം ഇന്ത്യ മുന്നണി ഈ പെർഫോമൻസ് നടത്തുകയും BJPക്ക് തനിയെ കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും ചെയ്തത്. ഈ രാജ്യത്ത് ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ അത്? അപ്പോൾ അങ്ങനെ ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും പ്രതിപക്ഷത്തിന് ഇല്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കുക എന്ന സാഹചര്യത്തിലാണ് ഞാൻ പ്രധാനമന്ത്രിയുടെ ഓറ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ 2 തവണയും വളരെ ഡിസിസീവായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇനി അത് പറ്റുമോ എന്ന ചോദ്യം ഉണ്ടാവുന്നത് അവിടെയാണ്. ജനങ്ങൾ എത്രമാത്രം അംഗീകരിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിലെ ജനങ്ങൾ കൊടുത്ത അത്രയും പിന്തുണ വാരണാസിയിൽ, കാശി വിശ്വനാഥന്റെ മണ്ണിൽ നരേന്ദ്രമോദിക്ക് അവിടുത്തെ ജനങ്ങൾ കൊടുക്കാത്തത്? എന്തിന് വിദിഷയിൽ ശിവരാജ് സിംഗ് ചൗഹാന് കിട്ടുന്ന അത്രയും വോട്ട്, അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം എന്തുകൊണ്ടാണ് കാശിയിൽ, അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് ഗാന്ധിനഗറിൽ കിട്ടുന്ന അത്രയും വോട്ട് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക്? വിശ്വഗുരുവിന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് 543 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന മോദിക്ക് സ്വന്തം മണ്ഡലത്തിൽ കിട്ടാത്തത് എന്നുള്ളത് അദ്ദേഹത്തെ പേഴ്സണലായി ബാധിക്കില്ലേ? ഒരു പേഴ്സണൽ ഡിഫീറ്റ് ഇല്ലെന്ന് തന്നെയാണോ ശങ്കു വിശ്വസിക്കുന്നത്?
നരേന്ദ്രമോദി നമ്മൾ ഇലക്ഷൻ റിസൾട്ട് പ്രകാരം, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം, ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട റിസൾട്ട് പ്രകാരം 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയാണ് ചെയ്തത്. അതിൽ കഴിഞ്ഞ തവണത്തെ വിജയത്തിൻ്റെ അത്ര വലിയ വിജയമല്ല നരേന്ദ്രമോദിക്ക് കിട്ടിയതെന്ന് പറയാം. പക്ഷേ അത് പരാജയമാണെന്ന് പറയുന്നത് അതിന് കടന്ന വായനയാണ്. ശരിയാണ്, മറ്റ് ചില ഫാക്ടേഴ്സ്, യു പി എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ പൊതുവായി BJPക്ക് പ്രതീക്ഷിച്ചിട്ടുള്ള വിജയം നേടാൻ സാധിച്ചിട്ടില്ല. വലിയ സെറ്റ് ബാക്ക് നേരിട്ടിട്ടുണ്ട്. 2014 71 സീറ്റുകൾ യു പിയിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. 2019 62 സീറ്റുകൾ, സഖ്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 64 സീറ്റുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു പ്രകടനമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഗവൺമെൻറ് അവിടെയുണ്ട്. അവിടെ ഗുഡ് ഗവർണൻസ് ഉണ്ട്, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഗുണ്ടകളെയും മാഫിയകളെയും അമർച്ച ചെയ്തിട്ടുണ്ട്, FDI വന്നിട്ടുണ്ട്, ഒരു ടയർ 1 സിറ്റി ആയിട്ട് യു പിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട്. രാമക്ഷേത്രം പോലെ കൾച്ചറൽ ഫ്രണ്ടിലുള്ള പ്രോമിസുകളൊക്കെ BJP പൂർത്തീകരിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ആ രീതിയിലുള്ളൊരു വലിയ കുതിച്ചുചാട്ടം യു പിയിൽ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. ഈ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന മൂവ്മെൻറ്റിനെ കാസ്റ്റുകളായി ഡിവൈഡ് ചെയ്യാനുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു കാസ്റ്റിസ്റ്റ് അജണ്ട വിജയിക്കുന്ന സമാജ്വാദി പാർട്ടി നടത്തിയിട്ടുള്ള PDA എന്ന് പറയുന്ന ഫോർമുല, അവരുടെ എന്താ പറയുക, ഒരു PDA ഫോർമുല ഉണ്ടായിരുന്നല്ലോ, ഒരു പഞ്ചക് ദളിത് അങ്ങനെ അപസംഖ്യക് ഫോർമുല എന്ന് പറയുന്ന BSPയിൽ നിന്ന് ദളിത് വോട്ടുകളെ കൂടെ കൊണ്ടുവന്ന് മുസ്ലിം ദളിത് യാദവ് കോമ്പിനേഷനിലൂടെ ഈ പറയുന്ന കാസ്റ്റിസം വർക്കൗട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്ന് പറയുന്ന സാധനം. BJP 400 സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ BJPക്ക് ഭരണഘടനയെ മാറ്റിമറിക്കാനുള്ള ഒരു ഭൂരിപക്ഷമാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംവരണം എടുത്തു കളയും. ദളിതർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണാവകാശങ്ങൾ ഇല്ലാതെയാവും, മുസ്ലിം സംവരണം ഇല്ലാതെയാവും തുടങ്ങിയിട്ടുള്ള അവരുടെ നരേറ്റീവുകൾ സാധാരണ ജനങ്ങൾക്കിടയിൽ വിശ്വസിക്കാൻ ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടായെന്നുള്ളത് യു പിയിൽ പൊതുവിൽ വന്നിട്ടുള്ള തിരിച്ചറിയാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ 2-3 ഫാക്ടേഴ്സ് നമ്മൾ ഈ കാര്യത്തിൽ കാണണം. ഒന്ന്, ഓവർ കോൺഫിഡൻസ് ഓഫ് ദി ഇലക്ട്രേറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്തായാലും 400 സീറ്റുകളിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ വോട്ട് ഇറലവൻ്റ് ആണെന്ന് സാധാരണ മനുഷ്യർ ചിന്തിച്ചു എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുകൊണ്ട് BJP അനുകൂല വോട്ടർമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്നു. എന്നാൽ ആൻറ്റി BJP വോട്ടുകൾ വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ട് INDA മുന്നണിയിലേക്ക് തന്നെ പോയി. BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ ഒരു പക്ഷേ നമ്മൾ വോട്ടിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ള കുറവുകൾ BJPക്ക് വരേണ്ട വോട്ടുകളാണ് എന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ധാരാളം രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾ. പക്ഷേ ഇൻ ദ എൻഡ് ഓഫ് ദ ഡേ നരേന്ദ്രമോദിയുടെ സർക്കാർ 3-ാം വട്ടം തുടരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ താരതമ്യം വളരെ ശരിയാണ്. ഇന്ത്യ, പപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന താരതമ്യം വളരെ ശരിയാണ്. പക്ഷേ ഇവിടെ നരേന്ദ്രമോദി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രാപ്പിൽ ഇടതുപക്ഷവും മാധ്യമങ്ങളൊക്കെ വീണുപോയതാണ്. നരേന്ദ്രമോദി തന്നെ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പറയുന്നുണ്ട്, 400 സീറ്റുകൾ എന്ന് പറയുന്നൊരു പ്രൊജക്ഷൻ ഞാൻ മുന്നോട്ട് വെച്ച സമയത്ത് 272 സീറ്റ് മതി ഈ രാജ്യം ഭരിക്കാനെന്ന കാര്യം പ്രതിപക്ഷം മറന്നുപോയി. അവർ BJP 400 സീറ്റ് കിട്ടാൻ പോവുകയാണെന്നുള്ള ഭയത്തിൽ ഭൂരിപക്ഷം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരത്തിൽ അവർ ഏർപ്പെട്ടതേ ഇല്ല. BJPയുടെ ജയം മാനസികമായിട്ട് അവർ അംഗീകരിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ BJP സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നരേറ്റീവ് പ്രകാരം 400 സീറ്റ് എന്ന് പറയുന്ന പ്രൊജക്ഷൻ കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ നിലനിൽക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സെഫോളജിക്കലി നിങ്ങൾ നോക്കൂ, BJPക്കെതിരെ 11 കക്ഷികൾ മാത്രമുള്ള ഒരു മുന്നണിക്കെതിരെ 28 കക്ഷികളെ അണിനിരത്തിക്കൊണ്ട് 39% വോട്ടുള്ള പാർട്ടിക്കെതിരെ ബാക്കി 61% വോട്ടുള്ള പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ അവരാണ് ജയിക്കേണ്ടത്. എന്നാൽ ആനുകൂല്യം അവർക്ക് കിട്ടിയില്ല. ഈ പറയുന്ന ഇത്രയും ആളുകൾ ഒന്നിച്ചു നിന്നിട്ടും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 240 സീറ്റുകൾ BJP നേടിയെങ്കിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം ഇപ്പോഴും ഇൻടാക്ട് ആയിട്ട് നിലനിൽക്കുന്നു എന്നാണ് ആണെന്നുള്ളതാണ് BJPയുടെ